വെളുത്തുള്ളി ചതയ്ക്കുക, മണ്ണെണ്ണ കലർത്തുക, സ്പ്രേ ആക്കി ഇത്ര ശതമാനം ആക്കി തെളിക്കുക, ഇതിലൊക്കെ എന്താണ് അത്? ഈ പാമ്പ് വരാതിരിക്കാൻ എന്തെങ്കിലും? അതൊരു ഇറിറ്റൻ്റ് ആണല്ലോ. മണ്ണെണ്ണയായാലും വെളുത്തുള്ളി ആയാലും പാൽക്കായ ആയാലും ഒക്കെ ഇത് ഇറിറ്റേഷൻ. അത് ആ പരിസരത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് നേരത്തെ സേവർ പറഞ്ഞ മാതിരി അതിൻ്റെ നാക്കുകൊണ്ട് മണം പിടിച്ചു വരുമ്പോൾ ഇതൊക്കെ അതിന് പാമ്പുകൾക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പോൾ അവർ പരമാവധി ആ പരിസരത്തേക്ക് കടന്നു വരാൻ നോക്കും. അത് പക്ഷേ അധികം നേരം നിൽക്കില്ല. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അതെല്ലാം പോവും. അപ്പോൾ നമ്മൾ മണ്ണെണ്ണ സ്പ്രേ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പാമ്പ് വരാതിരിക്കില്ല. അതുപോലെ പ്രചരിക്കുന്ന ഒരു സാധനം എന്തൊരു ഗുളിക, അത് കിഴിയിൽ കെട്ടിയെടുക്കുക, അങ്ങനെ നമ്മളിപ്പോൾ പാറ്റ ഗുളിക ഇടാറില്ലേ? പണ്ട് കാലത്ത് പാറ്റ ഗുളിക ഇടും. അതിൻ്റെ സ്മെല്ല് ഒരു ഇറിറ്റേഷനാണ്. അതുപോലെ പാമ്പിന് തന്നെ മെഡിസിൻസ് ഉണ്ട് പാമ്പ് വരാതിരിക്കാനായിട്ട്. അതിൻ്റെ മെഡിസിൻസ് നമ്മൾ ആ ചുറ്റുവട്ടിട്ട് കഴിഞ്ഞാൽ. പക്ഷെ നമ്മുടെ കാലാവസ്ഥ അങ്ങനെയല്ലല്ലോ. ഒരു മഴ പെയ്താൽ ഇതെല്ലാം മണ്ണിനോട് ലയിച്ചങ്ങ് ഒഴുകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എപ്പോഴും ശാശ്വതമല്ല. വൃത്തിയായി അടുക്കുക. നമുക്കറിയാം, ചുറ്റുപാടിൽ കണ്ടാലറിയാം പാമ്പ് വരാതിരിക്കാനുള്ള പ്രൊവിഷൻസ് ഒരുപാടുണ്ടല്ലോ. പിന്നെ പക്ഷികളൊക്കെ വളർത്തുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കരുതൽ, അല്ലെങ്കിൽ കോഴിയെ വയ്ക്കുമ്പോൾ പറഞ്ഞില്ല, കൂടുകളൊക്കെ ഭദ്രമായിട്ടുള്ള കൂടുകളാണെങ്കിൽ ഒരുപാട് കരുതലുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സോഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞാലാണ് ഇത് തേടി വരുന്നത്. അവർക്ക് വിശക്കുമ്പോൾ ഭക്ഷണം തേടിയിട്ടാണ് അവർ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ അതിനുള്ള ഫെസിലിറ്റി, അതിൻ്റെ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ആ പ്രൊവിഷൻ എടുക്കാൻ വരും. അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക.